സമ്പത്തിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പല വിധത്തിലുള്ള സമ്പത്തുകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ. ഇന്ന് അതിൽ ഒരു പ്രത്യേക സമ്പത്തിനെക്കുറിച്ച് എടുത്ത് സംസാരിക്കണം എന്നാഗ്രഹിക്കുകയാണ്. അതൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സമ്പത്താണ്. അത് സഹനശക്തി. സഹനശക്തി ഏറ്റവും വലിയ സമ്പത്തുകളിലൊന്നാണ്. അത് ഞാൻ നിങ്ങളോടിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തമ്പുരാനൊരു വിഷൻ തരുന്നത് ഇതാണ്. ചില ചെടികൾ അത് ഇങ്ങനെ ചവിട്ടും കുത്തും കളയ്ക്കലും പിടിക്കലും ഒക്കെ കൊണ്ട് ഇങ്ങനെ അവിടെ കിടക്കണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മുളച്ച് വലിയ ചെടിയായിട്ട് വരുന്നത് കാണാം. പ്രത്യക്ഷത്തിൽ ആ ചെടി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അതിൻ്റെ വേരിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ തണ്ടിൻ്റെ ഒരു ഭാഗം മാത്രം അവശേഷിക്കുന്നുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പോയി എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിന്നെയും അത് വളർന്ന് വരുന്നത് നിങ്ങൾ കാണും. ഈ ശക്തി, ആ സഹിക്കാനുള്ള ശക്തി, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള കഴിവ് ദൈവം ചെടികളിൽ മാത്രമല്ല നമ്മളിലൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര വലിയ സഹനം വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ്, കരുത്ത് തന്നെന്ന് ഞാൻ പറയില്ല, കരുത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് ദൈവം നമ്മളിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ മഹത്വത്തിലേക്ക് കടന്നു വരുള്ളൂ. ഞാൻ കുട്ടികളോട് പറയാറുള്ള ഒരു വാചകമുണ്ട്, മെസ്സേജായിട്ട് ചില ദിവസങ്ങളിൽ കൊടുക്കുന്നതാണ്. ഗ്ലോറി കംസ് ത്രൂ സഫറിങ് ആൻഡ് സഫറിങ് ഓൺലി എന്ന്. ഗ്ലോറി കംസ് ത്രൂ സഫറിങ് ആൻഡ് സഫറിങ് ഓൺലി. കഷ്ടതകളിലൂടെ മാത്രമാണ് ഗ്ലോറി ഉണ്ടാവുള്ളൂ. ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കാനായിട്ട് കഴിയും. നിങ്ങൾ രാഷ്ട്രീയത്തിൽ നോക്കുക, എത്രയോ പേരാണ് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോയിട്ട് മഹത്വത്തിലേക്ക് കയറി വന്നിട്ടുള്ളവർ. ചരിത്രത്തിലേക്ക് നോക്കുക, എത്രയോ പേരാണ് ഒരുപാട് കഷ്ടതകളിലൂടെ സഹനത്തിലൂടെ കടന്നു പോയിട്ട് വലിയവരായി തീർന്നവർ, മഹത്വത്തിലേക്ക് വന്നവർ. നമ്മൾ മഹാത്മാഗാന്ധി, അദ്ദേഹം എത്രമാത്രം സഹനത്തിലൂടെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയത്. അബ്രഹാം ലിങ്കൺ, ഫാദർ ഡാമിയൻ, മദർ തെരേസ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പുറകിലുള്ള ചരിത്രമൊക്കെ മനസ്സിലാവും. ഫാദർ ഡാമിയനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. മദർ തെരേസയുടെ ജീവചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. എത്രമാത്രം കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടാണ് അവർ ഈ മഹത്വത്തിലേക്ക് ഇന്ന് വന്നത്. വിശുദ്ധന്മാരെ മുഴുവൻ തന്നെ നമുക്കൊരു ഗണത്തിൽ, ഈ ഗണത്തിൽ പെടുത്താവുന്നതാണ്. എല്ലാ വിശുദ്ധന്മാരും അവരൊക്കെ ഗ്ലോറിയയിലേക്ക് വന്നത് സഹനത്തിലൂടെയാണ്. എൻ്റെ സ്ഥാപനത്തിൽ വിവിധ മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് ഞാൻ അവരുടെയൊക്കെ ഉദാഹരണങ്ങളെടുത്ത് പറയാറുണ്ട്. ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തൊക്കെ കഷ്ടതകളിലാണ്. അവസാനം ഭാര്യയെ വരെ ജനപ്രീതിക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്ന വ്യക്തിയാണ്. പാണ്ഡവന്മാരെ ഒന്ന് നോക്കിയേ, അവരെത്രമാത്രം കഷ്ടതകളിലൂടെയാണ് കടന്നുപോയത്. പിന്നെയല്ലേ അവരൊക്കെ, അർജുനനൊക്കെ മഹത്വം ആർജിച്ചത് അങ്ങനെയല്ലേ.
നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് നോക്കിയേൻ. യേശുക്രിസ്തു ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ക്രിസ്ത്യാനികൾ ദൈവമായി ആരാധിക്കുന്ന വ്യക്തിയാണ്. എത്രമാത്രം കഷ്ടതകളിലൂടെയാണ് കടന്നുപോയത്. യേശുക്രിസ്തു മഹത്വവരിക്കപ്പെട്ടത് അപ്പം വർദ്ധിപ്പിച്ചതുകൊണ്ടോ വെള്ളം വീഞ്ഞാക്കിയതുകൊണ്ടോ സമുദ്രത്തിൻ്റെ മീതെ നടന്നതുകൊണ്ടോ കൊടുങ്കാറ്റ് ശമിപ്പിച്ചതുകൊണ്ടോ രോഗികളെ സൗഖ്യപ്പെടുത്തിയതുകൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ ജനങ്ങൾ മറന്നുപോയില്ലേ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ കുരിശിൽ കയറ്റിയത്. അദ്ദേഹം ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം ജനം മറന്നുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രൂശിൽ മരിക്കേണ്ടി വന്നു. അദ്ദേഹം ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയി. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരാശയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ആദവും ഹവ്വയും പാപം ചെയ്തു. ഞാനത് കുട്ടികളോട് പറയുന്ന കാര്യങ്ങളാണ്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥകളൊക്കെ ഞാൻ അവരോട് പറയുന്നത്. ഈ ചാനലിൽ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആദവും ഹവ്വയും പാപം ചെയ്തു. അതിന് പരിഹാരം കാണാൻ ദൈവത്തിന് ഈ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചോദ്യം പല കുട്ടികളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു മാർഗം മാത്രമേ ദൈവത്തിന് ഉണ്ടായുള്ളൂ. യേശു ക്രിസ്തു അവതരിക്കുകയും ഈ സഹനം മുഴുവൻ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇതല്ലാതെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ലേ എന്ന് പലപ്പോഴും പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് എന്നോട്. എനിക്ക് അറിയില്ല. ഞാൻ തമ്പുരാനോട് ചോദിച്ചപ്പോൾ തമ്പുരാൻ എനിക്ക് തന്ന ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് മനുഷ്യകുലത്തിന് ഒരുപാട് വേദനകൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ വന്നു പെട്ടത്. അതുവരെ ഒരു സഹനവും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്യുന്നത് വരെ. ഉൽപ്പത്തിയുടെ പുസ്തകമൊക്കെ വായിച്ച് ഞാൻ അതിശയിച്ചിരുന്നിട്ടുണ്ട്. പറുദീസായിലെ സ്ഥിതി എന്തായിരുന്നു എന്നാണ് വിചാരിക്കണേ. ചില ഭാഗത്തൊക്കെ സ്വർണ്ണ മണലാണ്. 2 നദികൾ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ, ആ നദികളെ ചുറ്റും നല്ല ഫലഭൂയിഷ്ടമായ ഭൂമിയെ പ്രദാനം ചെയ്തു. എന്തൊരു ദൈവം അവരെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുക. എന്തൊരു നല്ല കാര്യം. സഹനമെന്ന് പറയുന്ന ഒന്ന് അവിടെ ഉണ്ടായിരുന്നേയില്ല. പിന്നെ മനുഷ്യകുലത്തിന് സഹനം വന്നു പെട്ടത് എപ്പോഴാണ്? അവൻ പാപം ചെയ്തപ്പോൾ. അപ്പോൾ പാപം ചെയ്തപ്പോൾ ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യർക്കും സഹനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി. കനോട്ട് അവോയ്ഡ്. ഒരു മനുഷ്യനും ഈ സഹനം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. മാർപ്പാപ്പ മുതൽ 8 താഴെ ഉള്ള വ്യക്തിക്ക് പോലും ഈ സഹനം അവോയ്ഡ് ചെയ്യാൻ പറ്റുകയില്ല. അതാണ് സത്യം. അപ്പോൾ ഈ സഹനം എങ്ങനെ ഫേസ് ചെയ്യാം എന്ന് മനുഷ്യനെ പഠിപ്പിക്കാനാണ് ദൈവം ഈ മാർഗം സ്വീകരിച്ചത് എന്ന് എനിക്ക് തമ്പുരാൻ വെളിപ്പെടുത്തിയത്. ഞാൻ എങ്ങും വായിച്ചതോ കേട്ടതോ അല്ല. തമ്പുരാൻ വെളിപ്പെടുത്തി തന്ന ഒരു ആശയമാണ്. സഹനം ഇന്നെവിറ്റബിൾ. അതിലൂടെ കടന്നു പോകാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ അത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? രക്ഷപ്പെടാനല്ല, അത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അതായത് സഹിച്ചുകൊണ്ട് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? എങ്ങനെ വേണം ആ സഹനത്തെ എടുക്കാൻ? ഇത് ജീവിച്ച് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് യേശു. എൻ്റെ ജീവിതത്തിൽ ധാരാളം സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് എനിക്കറിയുകയും ചെയ്യാം, ധാരാളം. പക്ഷെ എപ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കുന്നത് യേശുവിനെയാണ്. യേശു സഹിച്ചിടത്തോളം ഒന്നും എനിക്ക് സഹിക്കേണ്ടി വരുന്നില്ല. എൻ്റെ തമ്പുരാന് ഇത്രയേറെ സഹനം ഏറ്റെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ
ആ തമ്പുരാൻ എന്നെയും ശക്തിപ്പെടുത്തും. എനിക്ക് വരുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ തരണം ചെയ്യാനായിട്ട്, അതിജീവിക്കാനായിട്ട്. അതാണ് ഏറ്റവും വലിയ വാക്ക്. ഈ ലോകത്തിലെ ഏറ്റവും അർത്ഥവത്തായ വാക്ക് അതിജീവനം എന്നുള്ളതാണ്. എന്തിന്? നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ മറികടക്കുക. അതാണ് അതിജീവനം. അതിനുള്ള കഴിവ് തമ്പുരാനെ നോക്കിയാൽ നമുക്ക് കിട്ടും, യേശുവിനെ നോക്കിയാൽ കിട്ടും. ദോസ്തോവസ്കി എന്ന് പറയുന്ന ഒരു റഷ്യൻ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശുവിനോട് ഇങ്ങനെ പറയാണ്, അല്ലയോ യേശുവേ, നിങ്ങൾ ആ പുസ്തകം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള ആ പുസ്തകം വായിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരുന്നില്ല. അതിനകത്ത് വിവരിച്ചിട്ടുണ്ടത്. ദോസ്തോവസ്കി യേശുവിനോട് ഇടയ്ക്ക് പറയുന്ന അങ്ങനെയാണ്, അല്ലയോ യേശുവേ, എനിക്ക് നിന്നോട് ഭയങ്കര അസൂയാണ്. നീ സഹിക്കുന്നിടത്തോളം ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ, അതിനൊന്നും എനിക്ക് അവസരം കിട്ടണില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഭാഗം. നമ്മുടെ സഹനങ്ങളൊക്കെ വളരെ ചെറുതാണ്. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് യേശുവിൻ്റെ സഹനത്തോടാണ്. അപ്പോൾ നമുക്കൊരുപാട് സൊലൈസ്, കംഫർട്ട് കിട്ടും. വിശുദ്ധ ഖുർആനിൽ 3 കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന്, നിങ്ങളെല്ലാ ദിവസവും ഒരു ആശുപത്രി സന്ദർശിക്കണം എന്നാണ്. എല്ലാ ദിവസവും. ബാക്കി 2 എണ്ണം റെലവൻ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു ആശുപത്രി സന്ദർശിക്കണം. നമുക്കൊക്കെ അസുഖങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷേ നിങ്ങളൊരു ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് ശരിയായ വേദനകളും രോഗങ്ങളും ഒക്കെ കാണുന്നത്. ആക്സിഡൻറ്റ് സംഭവിച്ച് കയ്യും കാലും ബാൻഡേജൊക്കെ ഇട്ട് കിടക്കുന്നവർ കൈയിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നു, കാല് വലിച്ചു കെട്ടിയിരിക്കുന്നു, വേദന കൊണ്ട് നിലവിളിച്ച് പുളയുന്ന ആൾക്കാരെ, ഇവരൊക്കെ കാണുമ്പോൾ നമ്മുടെ വേദന കുറഞ്ഞു പോകില്ലേ? നമ്മളത് മറന്നു പോകില്ലേ? ഇത് തന്നെയാണ് നമ്മുടെ സഹനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട അപ്രോച്ച്. ഈ സഹനം എൻ്റെ തമ്പുരാൻ സഹിച്ചതിനേക്കാൾ എത്രയോ ചെറുതാണ്. നമ്മുടെ വേദനകൾ നമുക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടും. ഈ സഹനശക്തി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് യേശുവിനെ ഒരു മോഡലായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കത് കഴിയും. പല കുട്ടികളും ഞാൻ ഹോസ്റ്റലിൽ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഹോസ്റ്റലിൽ ഭക്ഷണം 12 മണിക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഹോളിഡേയ്സിലാണെങ്കിൽ അവർ അവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ 12 മണിക്ക് ചിലപ്പോൾ ഭക്ഷണം എങ്ങാനും ആയില്ലെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത എത്ര ആളുകളെ ഞാൻ കണ്ടേക്കണമെന്നറിയാമോ? ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയാണ്, യുവാക്കളുടെ മീറ്റിംഗാണ്. സമയത്തിന് ഭക്ഷണം കിട്ടാതായപ്പോൾ അവർ ഒച്ചയും ബഹളം വെച്ചു അത്രേ. അപ്പം ഏത് പാർട്ടിയുടെയാണെന്നൊന്നും ഞാൻ പറയില്ല. നേതാവിൻ്റെ പേര് പറഞ്ഞാലും നിങ്ങൾ ആളെ അറിയും. അപ്പോൾ നേതാവ് പറഞ്ഞു അത്രേ, മക്കളെ, നിങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിലപിക്കുകയാണ്. നിങ്ങളൊക്കെ വലുതായി വരുമ്പോൾ ഇന്ത്യയുടെ ഭാഗധേയം എന്തായിരിക്കും? ഒരു നേരത്തെ ഭക്ഷണം അരമണിക്കൂർ, 1 മണിക്കൂർ വൈകിയത് സഹിക്കാൻ പറ്റാത്ത ആ സഹനശക്തി ഇല്ലാതെ പോയ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് സഹിക്കും? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എത്രമാത്രം സഹനമാണ് നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നൊക്കെ ആ നേതാവ് അവരെ കുറ്റപ്പെടുത്തിയതായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സഹനങ്ങൾ. അപ്പോൾ അസ്വസ്ഥരാകാൻ തുടങ്ങരുത്. അസ്വസ്ഥരാകും. ഇപ്പോൾ വണ്ടി കാത്തു നിന്നു, വണ്ടി ലേറ്റായി, അതൊരു വലിയ സഹനമായി മാറുകയാണ്. അസ്വസ്ഥനാകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, വാച്ച് നോക്കി, ബസ്സുകാരെ ചീത്ത പറഞ്ഞു, ശപിച്ചു. അങ്ങനെയൊന്നും അല്ല. അതിന് പകരം അത് ഡീൽ ചെയ്യേണ്ട രീതി വേറെയാണ്. ബസ് വരാൻ നേരം വൈകിയാൽ
നിങ്ങൾക്ക് ആ സമയം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ നേരം പ്രാർത്ഥിക്കുന്ന ആളാണ്. നൊവേനകൾ ചൊല്ലും, പ്രാർത്ഥനകൾ ചൊല്ലും, അതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഒരു ട്രാഫിക് ജാമിൽ പെട്ടു. ആ ട്രാഫിക് ജാമിൽ ഒരുപാട് നേരം നിന്നു. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ അതൊരു അനുഗ്രഹമായിട്ടെടുത്തു. എൻ്റെ സ്ഥാപനത്തിലെത്തുന്നതിന് മുമ്പ് 2 നൊവേനകൾ ദിവസം ചെല്ലുന്നത് അത് കഴിക്കാനുണ്ട്. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. അടുത്തത് അന്തോണീസ് പുണ്യാളൻ്റെ നൊവേന എല്ലാ ദിവസവും ഞാൻ ചെല്ലുന്ന ആളാണ്. നിത്യസഹായ മാതാവിൻ്റെ നൊവേന എല്ലാ ദിവസവും ചെല്ലുന്ന ആളാണ്. അപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ നൊവേന കഴിഞ്ഞു. അപ്പോഴും ട്രാഫിക് ബ്ലോക്ക് പോയിട്ടില്ല. നിത്യസഹായ മാതാവിൻ്റെ കാറിൽ ഞാനത് എപ്പോഴും വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് ചൊല്ലി എത്താറായപ്പോഴാണ് അത് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിരുന്നതിന് ശേഷം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അത്തരത്തിൽ വരുന്ന ബ്ലോക്കുകൾ, സഹനങ്ങളൊക്കെ നന്മയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അത് തമ്പുരാന് കാഴ്ചവെച്ചാൽ മതി. ഈ സഹനം നമ്മളുടെ കൺട്രോളിൽ പെട്ടതല്ല. ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ഇന്നവേറ്റബിളാണ്, അത് സഹിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അതിനെ അങ്ങ് സഹിക്കുക, അതിനെ യൂസ്ഫുള്ളാക്കുക. ഞാനിത് പണ്ടും ചെയ്തിരുന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ, തറവാട് വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ റെയിൽവേ ഗേറ്റ് ഉണ്ട്. അവിടെ വീടിൻ്റെ അടുത്താണ് വിജയരി സ്കൂള്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് ഉണ്ട്. ചിലപ്പോഴൊക്കെ റെയിൽവേ ഗേറ്റ് കിട്ടും. 2-3 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ കാറിലുള്ളവർ ചിലരൊക്കെ അസ്വസ്ഥരാകുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ഒരിക്കലും അസ്വസ്ഥനായിട്ടില്ല. മുമ്പത്തെ സ്ഥിതി അല്ല കേട്ടോ. ഞാൻ യേശുവിനെ അറിയാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പോക്കറ്റിൽ ജപമാല ഉണ്ടാവും. ആ ജപമാല എടുത്ത് ചൊല്ലി നമ്മുടെ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ബ്ലോക്കിൽ പെട്ടതൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ തമ്പുരാൻ നമുക്ക് കരുത്ത് തരും. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അസ്വസ്ഥനായി കഴിഞ്ഞാൽ രക്ഷയില്ല. നമ്മൾ സഹിക്കുമ്പോഴാണ് പലർക്കും നന്മ ഉണ്ടാകുന്നത്. നമ്മുടെ സഹനത്തിന് മറ്റുള്ളവർക്ക് നന്മ കിട്ടും. കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ സഹനങ്ങൾ പലപ്പോഴും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്നാൽ യേശുവിൻ്റെ സഹനം അതല്ലായിരുന്നു. അതാണ് യേശുവിൻ്റെ സഹനത്തിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ സഹനം വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു, വേണ്ടാന്ന് വയ്ക്കാൻ കഴിയുമായിരുന്നു. ഈ കുഡ് ഹാവ് അവോയ്ഡഡ് ഇറ്റ്. പക്ഷേ അവോയ്ഡ് ചെയ്തില്ല. നമുക്ക് ഒരു മാർഗദർശിയായി മാറുകയായിരുന്നു. അവിടുന്ന് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ട്, വാക്കുകളില്ലാതെ പറയുന്നൊരു വാചകം. എന്താണെന്നോ? എനിക്ക് എൻ്റെ ഈ വേദനകൾ വേണ്ടാന്ന് വയ്ക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം തരാൻ. നിങ്ങളുടെ വേദനകൾ പലപ്പോഴും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനെ തമ്പുരാന് സമർപ്പിച്ചാൽ അതെല്ലാം നന്മ ഉളവാക്കുന്നതായി മാറും. നമ്മുടെ സഹനം മറ്റുള്ളവർക്ക് നന്മയായി മാറുന്നത് എപ്പോഴാണെന്നോ? നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ലാതെ സഹനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു സഹനം ഏറ്റെടുക്കുമ്പോൾ അത് ഏറെ ബലവത്തായി തീരുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പഠിക്കുന്ന കുട്ടി വാസ്തവത്തിൽ അയാൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് ആ സഹനം ഏറ്റെടുക്കുന്നത്. ഒരു കുട്ടി പഠിക്കാനിരുന്നു, ഒരു തീരുമാനമെടുത്തു, 2 മണിക്കൂർ കഴിഞ്ഞേ ഞാൻ എഴുന്നേൽക്കുള്ളൂ എന്ന്. അതിൻ്റെ ഇടയിൽ പല അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ പിടിച്ചിരിക്കുക,
ഞാൻ 2 മണിക്കൂർ കഴിയാണ്ട് ഇവിടുന്ന് എനിക്കില്ല. അതൊരു സഹനമാണ്. എന്തിനു വേണ്ടി? പ്രത്യക്ഷത്തിൽ എനിക്ക് വേണ്ടി, പക്ഷേ പരോക്ഷമായിട്ട് അത് അനേകർക്ക് വേണ്ടിയാണ്. ഞാൻ പഠിച്ച് ഇതുപോലെ കുത്തിയിരുന്ന് പഠിച്ചൊരു ഡോക്ടറായാൽ എനിക്ക് മെച്ചമുണ്ട്, ശരി തന്നെ. പക്ഷേ അതോടൊപ്പം എത്രയോ പേർക്കാണ് അത് നന്മയായി മാറുന്നത്. ഞാൻ ഈ സ്കൂളുകളൊക്കെ 2-3 സ്കൂളുകൾ നടത്തിക്കൊണ്ടിരുന്ന കാലമുണ്ട്. ഇപ്പോൾ 2 സ്കൂൾ നടത്തുന്നു. എല്ലാ സ്കൂളുകളും നഷ്ടത്തിലാണ് പോകുന്നത്. എല്ലാ സ്കൂളും അപ്പോയിൻമെൻറ്റ് കാശ് മേടിക്കില്ല, അഡ്മിഷന് പൈസ മേടിക്കില്ല, ആരിൽ നിന്നും ഒരു പൈസയും സ്വീകരിക്കില്ല. എനിക്ക് തമ്പുരാൻ തരുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം ഉപയോഗപ്പെടുത്തി ആ കാര്യങ്ങൾ നടത്തുകയാണ്. ഞാൻ സഹിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ മാസ് ചെയ്യാമായിരുന്നു. അതിന് പകരം അത് അവർക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, അനേകായിരങ്ങൾക്ക് ഇത് നന്മയായി മാറുന്നു. അപ്പം നമ്മൾക്കുണ്ടാകുന്ന സഹനങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് നേട്ടങ്ങളാവുകയാണ്. ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അവൻ സഹിച്ച് പഠിക്കുമ്പോൾ ഭാവിയിൽ ആയിരങ്ങൾക്ക് നന്മയായി മാറുകയാണ്. അത് പലരും കാണുന്നില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി അവൻ പഠിച്ചതെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ അല്ലാതെ അതിൻ്റെ പിന്നിലപ്പുറത്ത് വലിയ നേട്ടങ്ങൾ മനുഷ്യകുലത്തിന് തന്നെ ഉണ്ടാകാനുണ്ട്. അതായത് ഞാൻ സഹിക്കേണ്ടതല്ലാത്ത ഒരു സഹനം ഞാൻ ഏറ്റെടുത്ത് സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് നന്മയായി മാറുന്നു. അതാണ് യേശു അന്ന് ചെയ്തത്. സഹിക്കേണ്ട ആവശ്യമില്ലാത്ത സഹനങ്ങൾ ഏറ്റെടുത്ത് സഹിച്ചപ്പോൾ അത് അനേകായിരങ്ങൾക്ക് നന്മയായി മാറി. ഞാനിത് ഇത് വ്യക്തമാക്കാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരു ചെണ്ട, നിങ്ങളുടെ മുറിയുടെ ഒരു മൂലയ്ക്ക് ഒരു ചെണ്ട ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ആ ചെണ്ട ആണ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒന്നുമില്ല, ഒരു മെച്ചമില്ല. എന്നാൽ ആ ചെണ്ട ഒന്ന് കൊട്ടി എന്ന് വിചാരിക്കുക. ചെണ്ട കൊട്ടുമ്പോൾ ആ ചെണ്ടയ്ക്ക് വേദന എടുക്കുന്നുണ്ടാവും. സങ്കല്പിക്കണം. ചെണ്ടയ്ക്ക് പറയാൻ പറ്റില്ല, അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചെണ്ടയ്ക്ക് വേദന എടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഷയിൽ. നമ്മുടെ മേലെ ഒന്ന് കൊട്ടിയാൽ നമുക്ക് വേദന ഉണ്ടാവുമോ? അത് തന്നെയല്ലേ ചെണ്ടയുടെയും. പക്ഷേ ആ ചെണ്ടയുടെ വേദന അതിന് സന്തോഷമായി മാറുന്നുണ്ടാവും. എപ്പോഴാണ്? അനേകായിരങ്ങൾ ഈ ചെണ്ട കൊട്ട് കേട്ട് ഇതിൻ്റെ ആ മേളത്തിൻ്റെ ഇമ്പമുള്ള സ്വരം കേട്ട് സന്തോഷിക്കുന്നു എന്ന് ചെണ്ട അറിയുമ്പോൾ ആ ചെണ്ടയുടെ സഹനം മറ്റുള്ളവർക്ക് സന്തോഷമായി മാറുകയാണ്. ഒരു ഓടക്കുഴൽ അത് നല്ല ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ അത് തുളയ്ക്കപ്പെടുമ്പോൾ അത് സഹിക്കുകയാണ്. അതിൻ്റെ സഹനം, ഓടക്കുഴലിൻ്റെ സഹനം അനേകായിരങ്ങൾക്ക് നന്മയായി മാറുകയാണ്. ഒരു പനിനീർ കൂർക്കയുടെ ഇല അതെടുത്തൊന്ന് ഞെരടിയാൽ അത് നല്ല മണം പുറപ്പെടുവിക്കും. ആ ഇലയുടെ സഹനമാണ് നറുമണം അവിടെ ഉണ്ടാക്കുന്നത്. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, ക്രഷ്ഡ് ടു ഫ്രാഗ്രൻസ്. ഇതിന് നമ്മൾ തയ്യാറാവണം. നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ ചെയ്യേണ്ടത് must be prepared to be crushed to fragrance which others we can enjoy. ഞാൻ കഷ്ടതകൾ സഹിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്ക് അത് നറുമണം കൊടുക്കുന്നു എന്നുള്ള ആ ചിന്തയോടുകൂടി സഹിക്കുമ്പോൾ നമ്മുടെ സഹനമെല്ലാം സന്തോഷമായി മാറും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.